ഇന്ത്യയിൽ കഴിഞ്ഞ 11 മാസമായി ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ്. നമ്മൾ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. ഞാൻ എല്ലാ മാസവും എടുത്ത് നോക്കും. ഈ മാസം നമ്മൾ 2ാം സ്ഥാനത്തേക്ക് മാറിയോ, ആർക്കെങ്കിലും 1ാം സ്ഥാനം കൊടുത്തോ എന്ന് നോക്കി. 11 മാസമായിട്ട് ഇന്ത്യയിൽ ഏറ്റവും വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം. എന്തുകൊണ്ടാണ്? മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടക്കുന്നില്ല. മാർക്കറ്റിലേക്ക് ഇടപെടേണ്ട സ്ഥാപനം സപ്ലൈകോയാണ്, കൺസ്യൂമർ ഫെഡാണ്. അവർക്കൊന്നും ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഗവൺമെൻറ് സബ്സിഡി കൊടുക്കാതെ ഈ സ്ഥാപനത്തിന് മാർക്കറ്റിൽ ഇടപെട്ട് ഏറ്റവും മിനിമം 13 എസെൻഷ്യൽ പ്രോഡക്റ്റുകൾക്ക് സബ്സിഡി കൊടുത്ത്, അങ്ങനെയാണ് ഗവൺമെൻറ് സബ്സിഡി കൊടുത്ത് വിലക്കുറവിൽ മാവേലി സ്റ്റോറിൻ്റെ ഔട്ട്ലെറ്റിലൂടെ ഇത് വിതരണം നടത്തുമ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ വില കുറയും. അതാണ് മാർക്കറ്റ് ഇൻ്റർവെൻഷൻ. ഇല്ലെങ്കിൽ കൃത്രിമ വിലക്കയറ്റത്തെയും ഓർഗാനിക് ആയിട്ടുള്ള വിലക്കയറ്റത്തെയും നേരിടാൻ ഇത് നമുക്ക് പറ്റും. അതാണ് മാർക്കറ്റ് ഇൻ്റർവെൻഷൻ. പണ്ടുള്ള ആളുകളൊക്കെ ചെയ്തു വെച്ച നല്ല കാര്യമാണ്, പക്ഷേ പോയി. അപ്പോൾ ഞാൻ ഓർത്തു, ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്താ? ഞാൻ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളെയും അതിൽ വർക്ക് ചെയ്യുന്ന ചെറുപ്പക്കാരുമായിട്ട് ഞാനൊരു മീറ്റിംഗ് വെച്ചു. ഞങ്ങൾ 3-3.5 മണിക്കൂർ ചർച്ച ചെയ്യും. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഇപ്പോൾ റിലയൻസ് പോലുള്ള സ്ഥാപനങ്ങൾ, സൂപ്പർ മാർക്കറ്റുകൾ, നിങ്ങൾ എങ്ങനെയാണ് ഈ സാധനം കൊണ്ടുവന്ന് ഇത്രയും ലാഭം ഉണ്ടാക്കണം? സിമ്പിളാണ്. ഇപ്പോൾ മുളക്, നമ്മുടെ പച്ചമുളകല്ല, കൊല്ലമുളക്, മറ്റേ ഉണക്കമുളക് ഗുണ്ടൂരിലാണ് കിട്ടുന്നത്. ഗുണ്ടൂരിലെ ക്രോപ്പ് സീസണിൽ പോയി ഇവരത് മേടിക്കുക. 25 രൂപയ്ക്ക് കിട്ടും 1 കിലോ മുളക്. ഇവർ വലിയ സ്റ്റോറേജ് ഫെസിലിറ്റീസ്, ലക്ഷക്കണക്കിന് ടൺ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഉണ്ടാകും. കുറേ നാൾ, ഒരു 3-4 മാസം കഴിയുമ്പോൾ ഓഫ് സീസൺ ആവും. അപ്പോൾ ഈ മുളകിന് 100 രൂപയോ. അപ്പോൾ ഇവർ ഈ സ്റ്റോറേജിൽ നിന്ന് ഈ സാധനം പുറത്തെടുത്ത് 25 രൂപയ്ക്ക് മേടിച്ചത് 100 രൂപയ്ക്ക് വിൽക്കും. ആകെ ചിലവെന്താ? ഈ സ്റ്റോറേജ് ഫെസിലിറ്റി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈവറ്റ് സെക്ടറിൽ അത് ചെയ്യാം. എന്തുകൊണ്ട് ഗവൺമെൻറ് സെക്ടറിൽ ചെയ്യാൻ പാടില്ല? ഈ 13 ആദ്യം ഫസ്റ്റ് ഗഡുവായിട്ട് ഈ സപ്ലൈ കോർപ്പറേഷൻ മേടിക്കുന്ന 5 ഐറ്റം നമ്മൾ ക്രോപ്പ് സീസണിൽ മേടിക്കുക. നമുക്കൊരു സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടാക്കുക. നമ്മുടെ സഹകരണ ബാങ്കുകൾ സപ്പോർട്ട് ചെയ്യും. ആ സഹകരണ ബാങ്കുകളുടെ സപ്പോർട്ടിൽ നമുക്ക് ചെയ്താൽ 100 രൂപയ്ക്കുള്ള സാധനം നമുക്ക് 75 രൂപയ്ക്ക് മാവേലി സ്റ്റോറിൽ വിൽക്കാം. അപ്പോഴും നമുക്ക് എത്ര രൂപ ലാഭം കിട്ടി? 50 രൂപ ലാഭം കിട്ടി. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി ഇല്ലാതെ സ്വന്തമായി പ്രവർത്തിക്കാനും സ്വന്തമായി മാർക്കറ്റിൽ ഇടപെടാനും കഴിയുന്ന സ്ഥാപനമാക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്.